ബി.ജെ.പി. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ വീഡിയോ ചെയ്ത വ്ളോഗർക്കെതിരെ കേസ്. OK അനാഷ് എന്ന മുഹമ്മദ് അനസിനെതിരെയാണ് ബി.ജെ.പി. നേതാക്കളുടെ പരാതിയിൽ കേസെടുത്തത്. ഡൽഹി കത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തതായി FIR. സരീഷ് PK ആണ് വിവരങ്ങളുമായി ചേരുന്നത്. സരീഷ്, ഈ കേസെടുക്കാൻ പാകത്തിനൊക്കെ എന്താണ് ഇതിനുള്ളിൽ കുറ്റകരമായി ഉള്ളത് ഈ വീഡിയോയിൽ? ആ വീഡിയോ സരീഷ് കണ്ടിരുന്നുവോ? അതിലെന്താണ് ഈ OK അനാഷ് എന്ന ഈ മുഹമ്മദ് അനസ് പറയുന്നത്? കഴിഞ്ഞ ദിവസമാണ് മുഹമ്മദ് അനസ് ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിപ്പിച്ചത്, അല്ലെങ്കിൽ വീഡിയോ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ അത് വലിയ വിമർശനങ്ങൾക്കിടയാക്കുകയും അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് സ്ക്രീൻഷോട്ട് റെക്കോർഡായി ഇപ്പോഴും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പല ആഹ്വാനങ്ങളുമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ FIR-ൽ പറയുന്നത്. അതിൽ പറയുന്നത്, ഈ നിലവിൽ ഈ വീഡിയോയിൽ പറയുന്നത്, ഡൽഹിയിലേക്ക് എല്ലാവരും ആ ഡൽഹിയിൽ പോയി നേപ്പാൾ, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ പോലെ ഇന്ത്യയിലും ഭരണഘടന കത്തിക്കണമെന്നും പാർലമെന്റ് കത്തിക്കാനുള്ള അവസരമാണിത് എന്നുള്ളതും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡൽഹിയിലെ പോലീസുകാരെ മർദ്ദിക്കേണ്ട ആവശ്യമുണ്ട്. അവർ ഈ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ ഏതൊരാളും കൈവച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുൾപ്പെടെയുള്ള പ്രസ്താവനകൾ ഈ അനീഷ് നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തൊട്ടു പിന്നാലെ ഇത് വൈറലാവുകയും അതിന് പിന്നാലെ ഇയാൾ തന്നെ മറ്റൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. തന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു, ഇത്തരത്തിൽ വൈകാരികമായ ഒരു പ്രതികരണം മാത്രമാണ് താൻ നടത്തിയത് എന്ന് കാണിച്ച് അദ്ദേഹം ഒരു മാപ്പപേക്ഷ കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് ഈ BJP പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ കാണിച്ച്, അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ഉൾപ്പെടെ കാണിച്ച ഫറൂഖ് പോലീസിൽ പരാതി നൽകുന്നത്. ആ ഫറൂഖ് പോലീസ് പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. FIR-ൽ പറയുന്നത് കൃത്യമായി ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ഈ വ്ളോഗറുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഡൽഹിയിൽ നടക്കുന്ന സമരത്തെ ഉദ്ധരിച്ചുകൊണ്ട് എല്ലാവരും ഡൽഹിയിൽ പോയി ഭാരതത്തിലെ പോലീസുകാരും മറ്റും ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുകയും നേപ്പാൾ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നടന്നതുപോലെ ഇന്ത്യയുടെ ഭരണഘടനയും പാർലമെന്റും കത്തിക്കാനുള്ള അവസരമാണിതെന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിവിധ വകുപ്പുകൾ ചേർത്ത് FIR രജിസ്റ്റർ ചെയ്യുന്നത് എന്നും FIR-ൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും നിലവിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയിട്ടില്ല. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ നേരത്തെ കൊച്ചിയിൽ ഇത്തരത്തിൽ പരസ്യമായ പ്രതികരണങ്ങൾ നടത്തിയവർക്കെതിരെ പോലും കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ച ആളുകൾക്കെതിരെയും ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്യുകയും കേസുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ശരി, സരീഷ് PK ആണ് വിവരങ്ങൾ നൽകി.